ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ നമ്മളിന്ന് കടലപ്പൊടിയൊക്കെ ചേർത്ത് നല്ലൊരു അടിപൊളി ലഡു ആട്ടോ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനത്തെ ഒരു കപ്പിലാണ് നമ്മൾ കടലപ്പൊടി എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇതേപോലെ ഒരു അരിപ്പ കൊണ്ട് ഒന്ന് അരിച്ചെടുക്കണം. കാരണം അതിലെന്തെങ്കിലും കട്ടയോ ജന്തുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നല്ല ഫ്രഷ് കടലപ്പൊടിയായിരുന്നു. എന്നാലും നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാട്ടോ. അപ്പം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കണ്ടില്ലേ, ചെറിയ ചെറിയ കട്ടകൾ നമുക്ക് ഇതേപോലെ ഒരു സ്പൂണും കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്തു മതി. അപ്പോൾ തന്നെ നന്നായിട്ട് മിക്സായി കിട്ടും. കണ്ടില്ലേ, ഇതിൽ തരിതരിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കട്ടയൊന്ന് ഇളക്കി കൊടുത്താൽ തന്നെ അലിഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മളതൊക്കെ ഒന്ന് അരിച്ചെടുത്തു. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ടേസ്റ്റിന് വേണ്ടി ഒരു ഇത്തിരി ഉപ്പും കൂടി, ഒരു പിഞ്ച് ഉപ്പ് മതി. നമുക്കതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കടലപ്പൊടി എടുത്തില്ലേ, അതേ കപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഏത് രീതിയിലാണ്, എത്ര വരെ നമുക്കിത് വെള്ളം വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിതിൽ 1 കപ്പ് വെള്ളം എടുത്താലും നമുക്കൊരു അരക്കപ്പിലും കുറച്ചും കൂടി വേണ്ടി വന്നിട്ടുള്ളൂ. 1 കപ്പ് വെള്ളമൊന്നും നമ്മൾ ഒഴിക്കരുത് കേട്ടോ. കാരണം കടലപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ലൂസായി പോവും. ഇനി അഥവാ അങ്ങനെ ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കടലപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാകും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. പഞ്ചസാരയൊക്കെ നമുക്ക് ഇതേ അളവ് തന്നെ എടുക്കണം. അപ്പോൾ അത് ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇപ്പോൾ നമ്മൾ ഏകദേശം എന്ത് കണ്ടില്ലേ, ഇത്ര വെള്ളം എടുത്തു. ഈ ഒരു രീതിയിൽ നമുക്ക് മാവ് കിട്ടണം കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പം കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് മാവൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, 1 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഇത്ര വെള്ളമാണ് എടുത്തത്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തത് സൺഫ്ലവർ ഓയിലാണേ. വെളിച്ചെണ്ണ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ കുറേ ദിവസം വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണേൻ്റെ ഒരു ബാഡ് ചൊവ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. അത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കാവും നല്ലത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളിതൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ കുറച്ചും കൂടിയൊക്കെ മാവ് ഒഴിച്ചു കൊടുക്കായിരുന്നു. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ കേട്ടോ. നമുക്കൊരു 2 ട്രിപ്പ് കൊണ്ട് തന്നെ ഒഴിക്കാനുള്ള മാവേ ഉള്ളൂ. നമ്മൾ ആകെ 1 കപ്പ് മാവല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത് നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കട്ടി കൂടിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മളൊന്ന് ക്രിസ്പി ആയിട്ട് എടുത്താൽ മതി. പിന്നീട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലഡു ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ബൂന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഒരുപാട് ടൈറ്റായിട്ട് പോകും കേട്ടോ മാവ്. അപ്പോൾ നമുക്കിതാണെങ്കിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കൊച്ചു കുട്ടികൾക്ക് പോലും നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ഇവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ ഈ കടലമാവിൻ്റെ മിക്സർ പോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ ഇതെനിക്ക് അത്യാവശ്യം മാവുണ്ടായിരുന്നു. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിതൊന്ന് പൊടിച്ചെടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഒന്നിച്ച് അടിച്ചെടുക്കരുത് കേട്ടോ. അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതും നമുക്കിവിടെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി. മിക്സിൻ്റെ ജാറിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ അതിലൊക്കെ അങ്ങ് ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ സെറ്റായി. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിന് നമ്മൾ ഏത് കപ്പിലാണോ നമ്മൾ കടലപ്പൊടി എടുത്തത് അതേ കപ്പ് തന്നെ 1 കപ്പ് പഞ്ചസാര നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്, മൈദയല്ല, 2 കപ്പ് കടലപ്പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പ് പഞ്ചസാര തന്നെ നമ്മൾ എടുക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ പകുതി വെള്ളം, അതായത് 1 കപ്പ് പഞ്ചസാരയ്ക്ക് പകുതി 1/2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര അങ്ങ് ഒരുപാടൊന്ന് കുറുകി വരരുത്. ഇത് കണ്ടില്ലേ, നമുക്ക് തൊടുമ്പോൾ ചെറുതായിട്ട് ഒട്ടുന്ന കണ്ടില്ലേ, എന്നാൽ നൂൽപ്പരുവം ആയിട്ടുമില്ല. അപ്പോൾ ആ ഒട്ടി പിടിക്കുന്നൊരു പരുവത്തിൽ ആണ് നമുക്ക് കിട്ടേണ്ടത്. ആ സമയത്താണ് ഞാൻ 1 ടീസ്പൂണോളം പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളറ് ഓപ്ഷനിലാണ്. ഞാൻ എന്തായാലും റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. കളറൊക്കെ ഓപ്ഷനിലാണ്. ഞാനിത് ഏലക്ക മുഴുവനായിട്ടാണ് പൊടിച്ചെടുത്തത്. അതുകൊണ്ടാണ് കേട്ടോ ആ തോലിങ്ങനെ കാണുന്നത്. അത് ഞാൻ ലഡു ഉരുട്ടുന്ന സമയത്ത് ഞാനതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ബൂന്തി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കി വെക്കണം, കൂട്ടി വെക്കരുത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ.
ഇത് കുറച്ചുകൂടി കഴിയുമ്പം ഈ കടലമാവിലേക്ക് ഈ പഞ്ചസാര ലായനിയൊക്കെ അബ്സോർവ് ചെയ്യും. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടും അതേപോലെ മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് നമുക്കത് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ മുന്തിരിയൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കതിലേക്ക് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഏകദേശം പഞ്ചസാരയൊക്കെ വറ്റി വന്നിട്ട് നമുക്കിത് തീ ഈ സമയത്തൊന്നും നമ്മൾ കൂട്ടി വയ്ക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പഞ്ചസാര എല്ലാം നമ്മുടെ ഈ ബൂന്തി വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇത് ഒരുപാട് സമയം അടുപ്പത്ത് വെച്ചിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ആയ ശേഷം നമുക്ക് നേരെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെച്ചാൽ മതി. ഇതാ നമ്മളിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതാ ഞാൻ ഇപ്പോഴും അത്യാവശ്യം ചൂടുണ്ട്. പഞ്ചസാരയൊക്കെ ആയതുകൊണ്ട് ചൂട് പോകാൻ കുറച്ച് പാടാണ്. അപ്പം ഞാൻ എന്താ കൈകൾ വെച്ചിട്ട് ഇതാ അതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉരുണ്ട് കിട്ടും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമ്മൾ ആ ഏലക്കപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ലഡുവിന് അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മധുരം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. മധുരം കുറച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആകെ എടുത്തേക്കുന്നത് 1 കപ്പ് കടലപ്പൊടിയാണ്. അതുകൊണ്ട് നമുക്കിത് അവിടെ 14 ലഡു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആകെ 1 കപ്പ് കടലപ്പൊടി നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് അരിപ്പൊടിയൊക്കെ എടുത്താൽ മതിയാവും. അരിപ്പൊടിയല്ല, കടലപ്പൊടി. അപ്പോൾ അതെല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിനി അത് ബേക്കറിയിൽ നിന്നൊന്നും പോയി വാങ്ങണ്ട, വലിയ വില കൊടുത്തതൊന്നും വാങ്ങണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ടാറ്റാ, ബൈ ബൈ.